പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലായിരിക്കും ദൈവം നമ്മളെ സഹായിച്ചതിനെ ഓർത്ത കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം 2 കൊരിന്ത്യ ലേഖനം 2-ാമത്തെ ലേഖനത്തിൽ നിന്നാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ ലേഖനം പഠിക്കുവാൻ ദൈവം കൃപ തന്നു. വളരെ നല്ല ആലോചനകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസന്മാരിൽ നിന്നൊക്കെ ലഭിക്കുവാനായിട്ട് നമുക്കിടയായല്ലോ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു 1-ാമത്തെ ലേഖനത്തിൽ നിന്ന് നാം പഠിച്ചത്. എന്നാൽ 2-ാമത്തെ ലേഖനത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ട് പൗലോസിൻ്റെ ബയോഗ്രാഫിയാണ്, ഓട്ടോബയോഗ്രാഫിയാണ് അത് എഴുതിയിരിക്കുന്നത്. അത് വളരെ വേദനയോടുകൂടെ ഒരു അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണ് 2-ാമത്തെ ലേഖനം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാകട്ടെ. പൗലോസിൻ്റെ ജീവിതം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് തൻ്റെ 3rd മിഷണറി യാത്രയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ 3rd മിഷണറി യാത്രയിലാണ് പൗലോസ് ഈ 2 ലേഖനങ്ങളും എഴുതുന്നത്. 1-ാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നത് എഫെസോസിൽ വെച്ചാണ്, ഈ സ്ഥലത്ത് വെച്ചാണ്. 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നത് മക്കദോനിയ ആ സ്ഥലങ്ങളിലൂടെ പൗലോസ് കടന്നു പോകുമ്പോഴാണ്, പാസ് ചെയ്ത് പോകുമ്പോഴാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. 1-ാമത്തെ ലേഖനത്തിൽ നാം കേട്ടതുപോലെ സഭയ്ക്ക് ആവശ്യമായ, സഭ എഴുതി ചോദിച്ച അനേക ചോദ്യങ്ങൾക്ക് മറുപടി. അതെപ്പോഴും നമ്മുടെ ഒരുപാട് നമുക്കത് കമ്പയർ ചെയ്യുവാനായിട്ട് കഴിയും. ഓരോ സഭയിലും നേരിടുന്ന പ്രശ്നങ്ങൾ, ഓരോ സഭയിലും കടന്നു പോകുന്ന വിഷയങ്ങൾ, അത് വിവാഹത്തെക്കുറിച്ച് സഭയിലെ ഭിന്നത, ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണം, ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം, ചർച്ചിലെ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ വിഗ്രഹാരാധനയെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു. അത് തുടർന്ന് ദൈവസഭകൾക്കൊക്കെ അത് വലിയ മാതൃകയായിട്ട് തീരുന്നു. എന്നാൽ 2-ാമത്തെ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ പൗലോസ് സ്വയമായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും സ്വന്തം അവസ്ഥകൾ പൗലോസ് എഴുതി കാണിക്കുകയും ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇത്രയും ശക്തനായ ഒരു അപ്പോസ്തലനായിട്ട് പുതിയ നിയമത്തിൽ അനേക ലേഖനങ്ങൾ എഴുതിയ ഒരു അപ്പോസ്തലൻ, യേശുക്രിസ്തു കഴിഞ്ഞാൽ അധികം ശക്തമായിട്ട് പുതിയ നിയമ സഭയ്ക്ക് പ്രയോജനപ്പെട്ട ഒരു അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻസുകളൊക്കെ വളരെ തുറന്ന് മറച്ചു വയ്ക്കാതെ ഈ ലേഖനത്തിൽ നമുക്ക് താൻ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ദൈവവേലയ്ക്ക് സെറ്റ് ബാക്സുകളുണ്ട്, ദൈവവേലയ്ക്ക് ചലഞ്ചസ് ഉണ്ട്. പലതരത്തിലുള്ള ഭാരങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പലതരത്തിലുള്ള പുറകോട്ടടിക്കുന്ന അവസ്ഥകളൊക്കെ ദൈവവേലയ്ക്കുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഇത്രയും ശക്തനായ ഒരു അഭിഷിക്തനായിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഭാരങ്ങൾ, അത് ഈ ലേഖനങ്ങളിലെ പല അധ്യായങ്ങളിലും നമുക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ ആയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഈ ലേഖനത്തിലെ പൗലോസ് പലയിടങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവ് ആശ്വാസദായകനായ, കംഫർട്ടറായ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ഗോഡ്. ലോർഡ് ഓഫ് ഓൾ കംഫർട്ട്. ഇപ്പൊ സമാധാനം, മനസ്സലിവുള്ള ഒരു ദൈവം, ആശ്വാസം നൽകുന്ന ഒരു ദൈവം. പ്രൈസ് ലോർഡ്. ഇത് വലിയൊരു കീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവ വേലയ്ക്ക് എക്സ്റ്റേണലായിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു പലരുടെയും വാക്കുകളോ ഇതൊന്നും അല്ല ആശ്വസിപ്പിക്കുന്നത്, ബലപ്പെടുത്തുന്നത്, ദൈവവേലയെ ഉറപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മെയിനായിട്ട് ദൈവവചനത്തെ, ദൈവവേലയെ ഉറപ്പിക്കുന്ന ഒരു കാര്യം ദൈവത്താൽ ലഭിക്കുന്ന ഒരാശ്വാസമാണ്. അതാണ് പൗലോസ് താൻ ഇവിടെ എഴുതിയിരിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു എൻകറേജ്മെന്റിലാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമുണ്ട്. ഇപ്പൊ കർത്താവ് ആശ്വസിപ്പിക്കുന്നത് പോലെ ആരും ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവ് സമാധാനിപ്പിക്കുന്നത് പോലെ ആർക്കും സമാധാനിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇത് പൗലോസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോബയോഗ്രാഫി, തൻ്റെ ബയോഗ്രാഫിയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ബയോഗ്രാഫി എഴുതിക്കുമ്പോൾ താൻ ഒരിക്കലും തൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ, മരണം വരെയുള്ള കാര്യങ്ങളല്ല എഴുതിയിരിക്കുന്നത്. ഈ തുടർന്നും
പൗലോസിന്റെ പാത പിന്തുടരുന്ന ശുശ്രൂഷകന്മാരുടെ ആശ്വാസത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ലേഖനത്തിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്, എഴുതിയിരിക്കുന്നത്. ഞാൻ തൻ്റെ ഓട്ടോബയോഗ്രാഫി എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദർ, അദ്ദേഹത്തിന് 90-ലധികം വയസ്സുണ്ട്. അദ്ദേഹം അവിടെ ചെന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാനായിട്ട് ചെന്നപ്പോൾ അത്രയും പ്രായം ഉണ്ടായതുകൊണ്ട് എൻ്റെ ഫാദറിന് കൂടെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടായതുകൊണ്ട് താനും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചു, ടെൽ മീ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഉടനെ തുടങ്ങി, ഞാൻ 1930 ഷിപ്പിലാണ് ജനിച്ചത് എന്നും പറഞ്ഞ് തൻ്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അവിടം തൊട്ടുള്ള ഹിസ്റ്ററി പറയണ്ട, ഈ വളരെ ചുരുക്കമായിട്ട് ഈ രോഗത്തിൻ്റെതായുള്ള ഹിസ്റ്ററി മാത്രം പറഞ്ഞാൽ മതി. അപ്പം അതുപോലെ പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ തൻ്റെ ഫുൾ ഹിസ്റ്ററി പറഞ്ഞിട്ടില്ല, ആവശ്യമുള്ളത് മാത്രമേ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം നമ്മുടെ എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതും. പലപ്പോഴും നമുക്ക് ചുരുക്കി പറയാനായിട്ട് അറിയത്തില്ല, പറയേണ്ടത് തന്നെ പറയുവാനായിട്ട് പഠിക്കുന്നത് ഒരു വലിയ കൃപയാണ്. ദൈവം നമ്മളെല്ലാം അതിനായിട്ട് സഹായിക്കട്ടെ. ഞാനിതിൻ്റെ ഒരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു എൻകറേജ്മെൻറ്റിലാണ് തുടങ്ങുന്നത്, 13-ാം അധ്യായത്തിലാണ് ഇത് അവസാനിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യവും ഒരു എൻകറേജ്മെൻറ്റിലാണ് ഇത് അവസാനിക്കുന്നത്. വായിക്കാം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുമനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത് തുടങ്ങുന്നതും ഒരു എൻകറേജ്മെൻറ്റിലാണ്, സമാധാനത്തിലാണ് അവസാനിക്കുന്നതും ഒരു സമാധാനത്തിൻ്റെ ഒരു വലിയ ആഹ്വാനം ദൈവജനത്തിന് നൽകിക്കൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ലേഖനം കണ്ണുനീര് കൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ്. പൗലോസിന്റെ വേദന വളരെ പല അധ്യായങ്ങളിലൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആമുഖം ഒന്ന് നോക്കാം. പല അധ്യായങ്ങളിലും താൻ വളരെ വേദന അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ ആ ഫ്രസ്ട്രേഷൻ, ഭാരം എന്നൊക്കെയുള്ള പദം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഈ ലേഖനങ്ങൾ, 1-ാം ലേഖനം നാം പഠിച്ചപ്പോഴും ഒരു കാര്യം പറഞ്ഞത്, 1ഉം 3ഉം ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. 4 ലേഖനങ്ങൾ എഴുതിയതിൽ 2ാമത്തെ ലേഖനവും 4ാമത്തെ ലേഖനവുമാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ ഈ 4ാമത്തെ ലേഖനമാണ് 2 കൊരിന്ത്യൻസ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അപ്പൊ ഈ കത്ത് ആരുടെ കയ്യിലാണ് കൊടുത്തു വിട്ടതെന്ന് വെച്ചാൽ തീത്തോസിന്റെ കയ്യിലാണ് ഈ കത്ത് കൊടുത്തു വിട്ടത്. 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ലഭിക്കുന്നത് നല്ലതാണല്ലോ. തുടർന്ന് വാക്യങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ കോൺടെക്സ്റ്റ് നമുക്ക് ലഭിക്കും. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. ഈ ഭാഗത്ത് നമുക്ക് കാണാം, ഈ ത്രോവാസില് തീത്തോസിനെ പൗലോസ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അന്ന് കപ്പൽ മാർഗം തൻ്റെ സഹോദരൻ തീത്തോസ് കൊരിന്ത്യയിൽ ഇവിടെ വന്ന് അവിടുത്തെ അന്വേഷണങ്ങൾ, താൻ എഴുതിയ കത്തിൽ, ആദ്യത്തെ എഫെസോസിൽ വെച്ച് താൻ ഒരു കത്ത് എഴുതുന്നു. കത്തിന് ശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ അറിയുവാനായിട്ട് തീത്തോസിനെ അയക്കുന്നു. തീത്തോസ് അവിടെ ചെന്ന് കൊരിന്ത്യയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ച് ത്രോവാസിൽ വരാനുള്ള ഒരു പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടാണ് പൗലോസ് ഇരിക്കുന്നത്. അങ്ങനെ ത്രോവാസിൽ വെച്ച് തീത്തോസിനെ കാണുവാനായിട്ട് പൗലോസ് ആഗ്രഹിച്ചു. അങ്ങനെ ത്രോവാസിൽ വളരെ പ്രതീക്ഷയോടെ ചെന്നപ്പോൾ തീത്തോസിനെ കണ്ടില്ല. അപ്പോൾ ആ കാണാഞ്ഞപ്പോഴുള്ള തൻ്റെ മനോവേദനയാണ് ആ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി. എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായ്കയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞു മക്കദോനിയയിലേക്ക് പോയി. അപ്പൊ ഇവിടുന്ന് മക്കദോനിയയിലേക്ക്, ഈ പ്രദേശങ്ങളിലേക്ക് പൗലോസ് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ വെച്ച് തീത്തോസിനെ കാണുകയും 7-ാം അധ്യായത്തിന്റെ 5-11 വാക്യങ്ങളൊന്ന് വായിക്കാം.
രണ്ട് കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ ഞാൻ മക്കതോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്തു യുദ്ധം, അകത്തു ഭയം. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. അവിടെ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഞങ്ങൾ മക്കതോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമില്ല. 2-ാമത്തെ അധ്യായത്തിൽ നാം കടന്നു, മനസ്സിന് ഒട്ടും സുഖമില്ല, ജഡത്തിന് ഒട്ടും സുഖമില്ല, എല്ലാ വിധത്തിലും കഷ്ടം അത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, ഇത്രയും ശക്തനായ ഒരു അപ്പോസ്തലൻ, ഇത്രയും പ്രയോജനപ്പെട്ട ഒരു അപ്പോസ്തലൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അഭിഷിക്തനായ ഒരു ദൈവദാസൻ, താൻ പറയുകയാണ് തൻ്റെ അകത്ത് ഭയം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പനി വന്നെന്ന് പോലും പറയാനായിട്ട് നമുക്ക് പലപ്പോഴും മാനക്കേടാണ്, ലജ്ജയാണ്. താൻ വളരെ തുറന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ശരീരത്തിന് ഒട്ടും സുഖമില്ല, ശരീരത്തിനും മനസ്സിനും സുഖമില്ല. അങ്ങനെ ഇരിക്കുന്ന അപ്പോസ്തലൻ 7-ാമത്തെ വാക്യത്തിൽ പറയുക, അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളോട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായി ഉള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഈ ലേഖനത്തിന്റെ മറ്റൊരു ഉദ്ദേശം 8-ാം അധ്യായത്തിലെ 7-8 അധ്യായങ്ങള് 8-9 അധ്യായങ്ങളിൽ നാം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ഈ ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ള ധനശേഖരണം. അതിന്റെ 6-17 വാക്യങ്ങളൊന്ന് വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 6-17 വാക്യം. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞാൻ അവനോട് അപേക്ഷിച്ചു. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അത്യുത്സാഹിയാകിയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. അപ്പൊ ഈ ലേഖനം ആരാണ് കൊണ്ടുപോയെന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഇവിടെ. തീത്തോസ് ആണ് ഈ ലേഖനവുമായി കൊരിന്ത്യയിലേക്ക് പിന്നെയും പോകുവാനായിട്ട് ഇടയായത്. ഈ കൊരിന്ത്യ സഭയില് പൗലോസ് വളരെ വേദനിച്ചു എന്നുള്ളത്, മാനസികമായിട്ട് താൻ വളരെ വലിയ കൺസേണിലും വളരെ ഭാരത്തിലും ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം ചിന്തിച്ചു, 18 മാസക്കാലം പൗലോസ് കൊരിന്ത്യയിൽ താമസിച്ച് അവിടെ ആരംഭിച്ച ഒരു സഭ വളരെ വ്യക്തിപരമായി വളരെ ആയിട്ട് പൗലോസിന് വളരെ ബന്ധമുള്ള ഒരു സഭയാണ് കൊരിന്ത്യ സഭ. അപ്പോൾ അവിടെ ആ സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ വലിയ ഭാരവും കൺസേണും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായ വലിയൊരു പ്രശ്നം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു. പൗലോസിന്റെ യാത്രയ്ക്ക് ശേഷം പൗലോസ് ആ സഭ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സുവിശേഷത്തിനായിട്ട് പോയത് നിമിത്തം അവിടെ അനേക കള്ളപ്രവാചകന്മാർ വന്ന് ആ സഭയെ തെറ്റിച്ച് കളഞ്ഞു. ആ സഭയുടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി അവർക്ക് മറ്റൊരു ഡോക്ട്രിൻസും മറ്റൊരു ടീച്ചിങ്സും ഒക്കെ ഉണ്ടായി. അപ്പൊ ആ ഒരു ഭാരത്തില് പൗലോസ് പല ലേഖനങ്ങൾ ആ സഭയ്ക്ക് എഴുതുന്നു, പല ദൈവദാസന്മാരെ ആ സഭയിൽ അയക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സഭയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീത്തോസ് അവിടെ ചെന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവിടെയുള്ള പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് തീത്തോസ് പൗലോസിന് ഇവിടെ വന്ന് കൈമാറുന്നത്. എങ്കിൽ തന്നെയും അതിലൊരു കൂട്ടം പൗലോസിനെ എതിർക്കുകയും പൗലോസിന്റെ അപ്പോസ്തോലിത്വത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. പണ്ട് കൊരിന്ത്യ സഭയെക്കുറിച്ച് നാം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നാം അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അവിടെ ഡിവിഷൻ ഉണ്ടായിരുന്നു, പല പല ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. 2-3 ഗ്രൂപ്പുകളെ കുറിച്ച് നാം 1 കൊരിന്ത്യ ലേഖനത്തിൽ നാം പഠിക്കുന്നു. പൗലോസിന്റെ പക്ഷക്കാർ, പൗലോസ് വന്ന് ഇവിടെ സഭ ആരംഭിച്ചു.
അതുകൊണ്ട് പൗലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് അതിനുശേഷം വളരെ പ്രസംഗത്തിൽ നല്ല കഴിവുള്ള അപ്പൊല്ലോസ് വന്ന്, അപ്പോൾ അപ്പൊല്ലോസിന്റെ ഒരു പക്ഷക്കാര് ആ സഭയിലുണ്ടായി. മൂന്നാമത് ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇവർ രണ്ടുപേരും അല്ല ശരി, യഥാർത്ഥ അപ്പോസ്തലൻ പൗലോസും അല്ല അപ്പൊല്ലോസും അല്ല, യഥാർത്ഥ അപ്പോസ്തലൻ കേഫാവാണ്, പത്രോസാണ്. കാര്യം പത്രോസാണ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്, ഈ പൗലോസ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടൊന്നുമില്ല, പുള്ളി എന്തൊക്കെയോ പറയുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മറ്റൊരു പക്ഷക്കാരും ഉണ്ടായി. അങ്ങനെ ഒരു ഡിവിഷനുള്ള ഒരു ചർച്ചിലാണ് പൗലോസ് ഇത്രയും സ്നേഹത്തോടുകൂടെ സഭയെ തള്ളിക്കളയാതെ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിന്താഭാരവും എരിവും ഒക്കെ തൻ്റെ ഈ ലേഖനത്തിലൂടെ നമ്മൾ കാണാനായിട്ട് കഴിയും. ഈ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഈ 12-13 അധ്യായങ്ങളിൽ ഇതിൻ്റെ മറ്റൊരു ഉദ്ദേശം കൂടെ പൗലോസ് ഈ ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. അവിടെ ആദ്യം തന്നെ പൗലോസ് പറയുന്നു, പ്രശംസിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, വലിയ അർത്ഥമൊന്നുമില്ല. എന്നെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സെല്ല് ചെയ്യണമെന്നുള്ള ആവശ്യം എനിക്കില്ല. എങ്കിലും വേറെ നിവൃത്തിയില്ലായ്ക കൊണ്ട് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഈ പ്രശംസയെക്കുറിച്ച് പറയുന്നത്. കാര്യം തൻ്റെ അപ്പോസ്തോലിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ജനം താൻ പറയുന്ന പഠിപ്പീരുകളെ പോലും താൻ വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് താൻ ഈ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട കാര്യമൊക്കെ പൗലോസ് ആ ജനത്തോട് പറയേണ്ടതായിട്ട് വരുന്നത്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ആത്മീയ എക്സ്പീരിയൻസ് ഈ ജനത്തോട് പറയുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും പൗലോസ് ഇവിടെ വിവരിക്കുന്നില്ല. വളരെ കോറായിട്ട് എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ട് അത് മാത്രം ഷെയർ ചെയ്യുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർക്കൊക്കെ ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അന്ന് നടന്നതും 10 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ സ്വയം പ്രശംസയ്ക്കായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാതെ അത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ജനത്തിന് ആവശ്യമുള്ളത്, ആത്മീയവർദ്ധനവ് വരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത് ഒരു നല്ല ഒരു കാര്യമാണ്, നല്ലൊരു പ്രാക്ടീസ് ആണെന്നുള്ള കാര്യവും ഈ ഭാഗത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നു അല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. അപ്പം ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു കൂട്ടര് പൗലോസിനെതിരാണ്, ഒരു കൂട്ടര് അവിടെയുണ്ട്. അപ്പൊ അവരുടെ മെയിനായിട്ടുള്ളൊരു വാദം, നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നുണ്ടല്ലോ, ക്രിസ്തു ഈ പുള്ളിയിൽ മാത്രം സംസാരിക്കുന്നതിന് എന്താണ് തെളിവ്, അല്ലെങ്കിൽ എന്താണ് പൗലോസ് ഈ പറയുന്നതിനോട്ടുള്ള കാര്യം? അദ്ദേഹം എന്തുകൊണ്ട് നമ്മളെ വഴക്ക് പറയുന്നു, എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് പറയുന്നു, ക്രിസ്തുവാണ് ഈ പുള്ളിയിൽ വ്യാപരിക്കുന്നത് എന്താണ് തെളിവ്, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയാണ് താൻ സംസാരിക്കുന്നത് എന്താണ് തെളിവ്? അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും ഈ സഭയെക്കുറിച്ച് പൗലോസിനുള്ള എരിവ്, പൗലോസിനുള്ള ഭാരം ഈ യാത്രയിൽ മുഴുവനും, ഈ ലേഖനത്തിൽ മുഴുവനും തൻ്റെ കണ്ണീരാൽ എഴുതപ്പെട്ട ഒരു ലേഖനമെന്നാണ് പല ചിന്തകന്മാരും ഈ ലേഖനത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്, പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആദ്യം ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പൗലോസ് പറയുന്ന ഭാഗങ്ങളാണ് നാം ഈ കാണുന്നത്.
ദൈവഇഷ്ടപ്രകാരം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും തന്റെ അപ്പോസ്തോലികത്തെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. സഹോദരനായ തിമോത്തിയോസും ഇവർ രണ്ടുപേരുടെയും പേരിലാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഇവർ രണ്ടുപേരെയും കൊരിന്ത്യ സഭയ്ക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ലേഖനം പൗലോസ് ആരംഭിക്കുന്നത്. അതിന്റെ 2ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും, പിതാവാണ് സോഴ്സ്, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 3ാമത്തെ വാക്യം, അതാണ് അവിടെ കൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3ാമത്തെ വാക്യത്തിലേക്ക് വരാം. മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. Blessed be the God, the Father of our Lord Jesus Christ, the Father of compassion and God of all comfort. ഇത്രയും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോഴും ഈ ഒരു ലേഖനം പൗലോസ് ആരംഭിക്കുന്നത് ഈസ് ബിഗിൻ വിത്ത് വർഷിപ്പ് നോട്ട് കംപ്ലൈന്റ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ഒരുപാട്, എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ സീസൺസും നമുക്ക് ഒരുപോലെയല്ല. ചില സീസണുകളിൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭയമുണ്ട്. പൗലോസ് നേരത്തെ ആ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എത്ര നാം ദൈവസന്നിധിയിൽ സ്ട്രോങ് ആയിട്ടൊക്കെ നിന്നെന്നൊക്കെ പറഞ്ഞാലും ചില സീസണുകളിൽ നമ്മൾ തകർന്നു പോകാം, ചില സീസണുകളിൽ നമ്മളൊന്ന് നിരാശപ്പെട്ടു പോകാം, ഭയം അകത്ത് കയറി നിന്നിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, താൻ ആരംഭിക്കുന്നത് ഒരു വർഷിപ്പിലാണ്, ഒരു ആരാധനയിലാണ്. നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ നാം ഒരു ആരാധനയിൽ ആരംഭിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആരാധനയിൽ ആരംഭിക്കുന്നത്? ഇതാണ് ദൈവവചനത്തിന്റെ ഒരു സ്ട്രക്ചർ. ഒറ്റ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കാം. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ആരംഭിക്കുന്നത്, ഒരു ദിവസം രാവിലെ നാം എണീക്കുമ്പോൾ നമ്മളൊരു ആരാധനയിലാണോ ആരംഭിക്കുന്നത്? നമ്മുടെ ഓരോ ബ്രെയിനിന്റെ വയറിങ്ങും നടക്കുന്നത് ഒരു ആരാധനയിലാണോ? All begins with the worship, not complaints. God is personally compassionate, not distant from pain. എത്ര ഭാരത്തിലാണെങ്കിലും നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ അടുത്ത തുണയായ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നാം ആരംഭിക്കുന്നു. All comfort means no affliction is outside God's reach. ഇപ്പം ഏത് ഭാരത്തിലൂടെ പോയാലും, ഏത് പ്രയാസത്തിലൂടെ പോയാലും ഇതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ പരിഹാരം തരുവാനായിട്ട്, ദൈവത്തിന് ആശ്വാസം തരുവാനായിട്ട് കഴിയുന്നതിലും അപ്പുറമല്ല. ഞാൻ ഈ കാര്യങ്ങൾ ഇത്ര എംഫസൈസ് ചെയ്ത് പറയാനുള്ള ഒരു കാരണം, നാം നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടിയിട്ട് ശക്തമായി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസന. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കാതെ പോകുന്നത്? ഇതൊക്കെ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് താൻ പറയുന്നു, തന്റെ സഹോദരനെ ഇന്ന സ്ഥലത്ത് വെച്ച് കാണണമെന്ന് താൻ പ്ലാൻ ചെയ്ത് പോകുന്നു. എന്നാൽ സഹോദരനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. പച്ചയായ ഒരു മനുഷ്യനെ നമുക്ക് ഈ ലേഖനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ഇത് ആർക്കാ സഹായം എന്ന് ചോദിച്ചാൽ, ദൈവിക വേലയിലായിരിക്കുന്ന, ശുശ്രൂഷയിലായിരിക്കുന്ന, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ, ഭാരങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിങ്ങൾ മറന്നു പോകാത്ത അല്ലെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് ദ ഫാദർ ഓഫ് കമ്പാഷൻ, ഹല്ലേലൂയ, ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. പൗലോസിന്റെ ജീവിതത്തിൽ ഈ ലേഖനങ്ങൾ ഉടനീളം നാം വായിക്കുമ്പോൾ പല നിർദ്ദേശങ്ങൾ ആ സഭയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെല്ലാം ഉപരിയായി തൻ്റെ ഒരു ജീവിതത്തിൽ താൻ എത്രത്തോളം ദൈവത്തെ ആശ്രയിച്ചു, ദൈവത്തിൽ ചാരി എന്നുള്ള കാര്യവും കൂടെ ഈ ലേഖനങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. വെൻ ട്രബിൾസ് കംസ്, വെൻ സെറ്റ്ബാക്സ് കംസ് ഇൻ അവർ ലൈഫ്, നാം പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ എല്ലാ നടുവിൽ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. God of Father of compassion and God of all comfort will comfort us. 4ാമത്തെ വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇതെത്ര നമുക്ക് ചിന്തിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. God comfort us in real troubles. ഈ നാം ആരാധിക്കുന്ന ദൈവവും അല്ലെങ്കിൽ നാം ആരാധനയ്ക്ക് വരുന്ന ഇതൊന്നും ഒരു തിയററ്റിക്കലായിട്ടുള്ളൊരു കാര്യമോ ഒരു കൾച്ചറിന്റെ ഭാഗമൊന്നും അല്ല. അത് നാം ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണ്. ദൈവത്തെ രുചിച്ചറിയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നാം കടന്നു പോകുന്ന ഈ ഭാരങ്ങളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. സത്യമല്ലേ? നമുക്ക് പറയുവാനായിട്ട് ഓരോരുത്തർക്കും, ദൈവത്തെ രുചിച്ചറിഞ്ഞ ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും,
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കംഫർട്ട്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം. ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധി മാറത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രതിസന്ധി വരാതിരിക്കത്തില്ലായിരിക്കാം, പക്ഷെ നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒരു ദൈവം. ആ കംഫർട്ടിനാല് നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എന്തിനു വേണ്ടിയിട്ട് ഉതകുന്നെന്നാണ് പറയുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ശക്തനാകേണ്ടതിന്. ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യണം. യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുക. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാം. ഇൻ ഓൾ ട്രബിൾസ്, പീപ്പിൾ ദോസ് ഹു ആർ ഇൻ ഓൾ ട്രബിൾസ്. ചിലപ്പം ചിലരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്, എങ്ങനെ ഇവര് ഇതിനകത്ത് ഓവർകം ചെയ്യുന്നു. കാര്യം എനിക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പല ദൈവദാസന്മാരും പല സഹോദരങ്ങളും കൂട്ടുവിശ്വാസികളും ഒക്കെ കടന്നു പോകുന്ന കാണുമ്പോൾ എങ്ങനെ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു, എങ്ങനെ അവർക്ക് പീസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൽ അതിനകത്തുള്ള ഉത്തരമുണ്ട്. ദൈവത്തിന്റെ ആശ്വാസം. ഒരു ചെറിയ തലവേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു ഡിസീസിലും ആശ്വസിപ്പിക്കുവാനായിട്ട് ആ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരം മതി, ആ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ ഒരു വാക്ക് മതി എന്ന് പാടിയപ്പോൾ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിയിടുവാൻ എന്നുള്ളൊരു വരി നാം പാടുവാനായിട്ടിടയായി. എത്ര അർത്ഥമുള്ള ഒരു കാര്യമാണ്. കർത്താവിന്റെ ഒരു വാക്ക് മതി ജീവിതം മാറുവാൻ. കർത്താവിന്റെ ഒരു വാക്ക് മതി. എത്ര ഭാരത്തിലിരിക്കുമ്പോഴും, എത്ര നിരാശയിലിരുന്നാലും, എത്ര ഭയത്തിലിരുന്നാലും, എത്ര ആകുലതയിലിരുന്നാലും അവന്റെ ഒരു വാക്ക് മതി. ആ വാക്കിനാൽ നമ്മുടെ ജീവിതം മാറുവാനായിട്ടിടയാകും, ആശ്വാസം ലഭിക്കുവാനായിട്ടിടയാകും. അങ്ങനെ നമ്മുടെ കഷ്ടത്തിൽ ആശ്വസിപ്പിച്ച ദൈവം നമ്മളെ മറ്റൊരു കാര്യത്തിലൂടെ നമ്മളെ ശക്തരാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകുവാൻ വേണ്ടിയിട്ടും നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് 4-ാമത്തെ വാക്യത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് ഈ ലേഖനത്തിൽ പൗലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ആ ലേഖനങ്ങളിലൂടെ, പല ലേഖനങ്ങളിൽ, പല വാക്യങ്ങൾ, പല അധ്യായങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്ര വേദനയിൽ കണ്ണീരിലോട് ഇരിക്കുന്ന ഒരു അപ്പോസ്തലൻ എഴുതുകയാണ്, കർത്താവിന്റെ ആശ്വാസത്തിന്റെ കരം ഏത് കഷ്ടത്തിലും മതിയായതാണ്. ഓരോ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിന്റെ വേദന, മനസ്സിന്റെ വേദന, ഭയം, നിരാശ, ആകുലത, മറ്റുള്ളവരെല്ലാം ഉള്ള തള്ളിപ്പറച്ചില്, തന്റെ അപ്പോസ്തലത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന, തന്റെ ജീവിതം മുഴുവനും ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് അതിനെ പോലും മാനിക്കാത്ത, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ, ഇതിന്റെ എല്ലാം നടുവില് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ശുശ്രൂഷയിൽ മുന്നോട്ട് നയിക്കുന്ന ആശ്വാസദായകനായ ആ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് അതാണ്. മിനിസ്ട്രിക്ക് ആവശ്യമുള്ളത് സ്പോൺസേഴ്സിനെ അല്ല, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. പലതരത്തിലും നാം ഒരു കാര്യത്തിലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, ശുശ്രൂഷ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷന്മാർക്ക് അതൊരു പുതിയ കാര്യമല്ല, അവരോട് പറയേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ അറിയാം. ശുശ്രൂഷ ഏത് തരത്തിലാണ്, ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതെല്ലാം ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ സെറ്റ് ബാക്സുകളുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കുകളുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിൽ നമ്മളെ നിർത്തുന്നത് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെല്ലാം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഓരോ ദിവസവും കേട്ട് ഓരോ ദിവസവും ആ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം ഞാനിവിടെ ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.